ഏത് കാര്യത്തിനാണോ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് അത് നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നതിൻ്റെ അത്രയും ഭീകരമല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ കഴിഞ്ഞുപോയ മോശം അനുഭവങ്ങളെക്കുറിച്ച് ഓർത്ത് സ്വയം വിഷമിക്കാതിരിക്കുക. വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തായി തീരുമെന്നോർത്ത് പേടിക്കാതിരിക്കുക. ഒരു പക്ഷേ നിങ്ങൾ പേടിക്കുന്നതിൻ്റെ പകുതി പോലും കുഴപ്പമുള്ള കാര്യമായിരുന്നില്ല അതെന്ന് അത് സംഭവിച്ചു കഴിഞ്ഞേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്നത് ഒഴിവാക്കുക. ഞാൻ ആരെക്കാളും ചെറുതുമല്ല വലിയവനുമല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വ്യക്തിത്വമുണ്ട്. അതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുക. ഇപ്പോൾ ജീവിക്കുന്ന നിമിഷങ്ങളിൽ സ്വയം ആനന്ദം കണ്ടെത്താൻ പഠിക്കുക. മറ്റൊരാൾ പറയുന്ന കുറ്റപ്പെടുത്തലുകളിൽ സ്വയം തളരാതിരിക്കുക. അവർ അവരുടെ സ്വഭാവമാണ് നിങ്ങളോട് കാണിക്കുന്നത്. നിങ്ങൾ എപ്പോഴും നിങ്ങളായി തന്നെ ഇരിക്കുക. നിങ്ങളുടെ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ജീവിതമാണ് കിട്ടിയിരിക്കുന്നത് എന്നോർത്ത് സ്വയം സന്തോഷം കണ്ടെത്തുക. നിങ്ങളെ മനസ്സിലാക്കുന്നവരോടും ഇഷ്ടപ്പെടുന്നവരോടും കൂടുതൽ നേരം സംസാരിക്കുക. എപ്പോഴും സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ടെൻഷനുകളെയും പേടിയെയും സ്വയം കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾക്ക് സ്വയം അംഗീകരിക്കാനും മനസ്സിലാക്കാനും കഴിയണം. ഏതൊരു കാര്യത്തിലും മനസ്സുകൊണ്ട് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങളെ അംഗീകരിക്കാത്തവരെ പോലും അവരുടെ വഴിക്ക് വിട്ടേക്കുക. ആരോടും ഒരു ദേഷ്യവും കാണിക്കാതെ താൻ ചെയ്യുന്നത് ശരിയും സത്യസന്ധവും ആണെന്ന് സ്വയം തോന്നിയാൽ ഒരു ടെൻഷൻ്റെയും പേടിയുടെയും ആവശ്യമില്ല എന്നതാണ് മറ്റൊരു സത്യം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഗത്തുള്ള സത്യത്തിൻ്റെ ഒരു ശരി ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങളെ തന്നെ നിങ്ങൾ ആരാധിക്കുക. ഓരോ നിമിഷവും ജീവിതം ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക. നിങ്ങളുടെ സ്വന്തം മൗനസഞ്ചാരി.